പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിക്കുന്ന വിചാരിച്ചു. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതേ സമീപനമാണ് CPM തുടരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു. സ്ഥാനാർത്ഥി പറഞ്ഞത് രണ്ടു കൂട്ടരും വിജയാഹ്ലാദം നടത്തുന്നു. എന്തിനാണ് സ്വരാജിനെ പോലെ ഒരാൾ ഇങ്ങനെ സമീകരിക്കുന്നത്? യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ആരൊക്കെയാണ് വിജയാഹ്ലാദം നടത്തിയത്? വളരെ പ്രകടമല്ലേ? UDF വിജയിച്ചു, UDF വിജയാഹ്ലാദം നടത്തി. നിലമ്പൂർ ടൗണിൽ മുഴുവൻ UDFന്റെ പ്രകടനം നടന്നു. ജമാഅത്തെ ഇസ്ലാമി അവിടെ വിജയാഹ്ലാദം നടത്താൻ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷനിൽ ദ്രോഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി വിജയാഹ്ലാദം കൊണ്ടാടാനൊന്നും പോയിട്ടില്ല. എന്നിരിക്കെ എന്തിനാണ് വളരെ പ്രകടമായി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം UDF ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന UDFനെ രംഗത്തിൽ നിന്നും മാറ്റി അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് RSSനോട് സമീകരിച്ച് ഇസ്ലാമിക സംഘപരിവാരം എന്ന് പറയുന്നത്, ഈ സമീകരണ യുക്തിയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ നരേഷൻ CPM ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ സ്വരാജ് ഉദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞത്.